വെൽക്കം ടു ECPSC സ്റ്റഡീസ്. ഇന്ന് LP എക്സാം കഴിഞ്ഞല്ലോ. UPയുടെ എക്സാം വെച്ച് നോക്കുമ്പോൾ LP ടഫായിരുന്നു എന്ന് തന്നെയാണ് മെജോറിറ്റീസും പറയുന്നത്. എനിവേ എന്ത് തന്നെ ആയാലും നമ്മൾക്ക് ഈ സൈക്കോളജിയുടെ 20 ക്വസ്റ്റ്യൻസ് ഈ സൈക്കോളജിയുടെ ആൻസർ കീ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, 61ാമത്തെ B കാറ്റഗറിയിലാണ് കേട്ടോ. ഞാൻ ആൻസർ കീ ഇടുന്നത് B കാറ്റഗറിയിലുള്ളത് തന്നെയാണ്. അപ്പോൾ 61ാമത്തെ ക്വസ്റ്റ്യനാണ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ ആരാണ്? ആൻസർ B ഓപ്ഷനാണ് CL ഹൾ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ A വൈകാരിക വികാസം. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ, ആൽബർട്ട് ബന്ദുരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ആൻസർ ഓപ്ഷൻ D ഓർമ്മ. അടുത്തത് 64ാമത്തെ ക്വസ്റ്റ്യൻ, ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ A മെക്കാനിക്കൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഓപ്ഷൻ D ഡാനിയൽ ഗോൾമാൻ. 66ാമത്തെ ക്വസ്റ്റ്യൻ, നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ A പഠനാനന്തരണം. അടുത്ത ക്വസ്റ്റ്യൻ 67ാമത്തത്, ബിംബനഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവതരിക്കപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ C വൈജ്ഞാനിക പഠന സിദ്ധാന്തം. 68ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ D സംവാദകാത്മക പഠനം. 69ാമത്തെ ക്വസ്റ്റ്യൻ, മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ? ആൻസർ ഓപ്ഷൻ C പ്ലേറ്റോ. 70ാമത്തെ ക്വസ്റ്റ്യൻ, മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനം? ആൻസർ ഓപ്ഷൻ B NIMH. 71ാമത്തെ ക്വസ്റ്റ്യൻ, ബോധദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ A മുഖ്യ സവിശേഷകങ്ങൾ. 72ാമത്തെ ക്വസ്റ്റ്യൻ, ദ നേച്ചർ ഓഫ് പ്രജുഡീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ B ഗോർഡൻ വില്യാർഡ് ആൽപോർട്ട്. 73ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏത് തരം ജന്മവാസനയിൽ പെടുന്നതാണ്? ആൻസർ ഓപ്ഷൻ B നിർമ്മാണ വാസന. 74ാമത്തെ ക്വസ്റ്റ്യൻ, അഭിപ്രേരണയെ കുറിച്ചുള്ള ഹിൽഗാർഡിൻ്റെ വിഭജനത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ C ധാരണം. 75ാമത്തെ ക്വസ്റ്റ്യൻ,
ധാർമ്മിക വികാസഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റേതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, ലോറൻസ് കോൾബർഗ്. 76-ാമത്തെ ക്വസ്റ്റ്യൻ. ആദിരൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ എ, കാൾ ഗുസ്താവ് യൂങ്. 77-ാമത്തെ ക്വസ്റ്റ്യൻ. 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി, വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷണത്തിലേക്ക് കടക്കുന്നു. 78-ാമത്തെ ക്വസ്റ്റ്യൻ. നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മ്യീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, സമായോജനം. 79-ാമത്തെ ക്വസ്റ്റ്യൻ. ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ ജെ.ബി. വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ ചിന്തകൻ ആര്? ആൻസർ ഓപ്ഷൻ എ, കാൾ ലാഷ്ലി. 80-ാമത്തെ ക്വസ്റ്റ്യൻ. പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ് ഇത്? ആൻസർ ഓപ്ഷൻ ഡി, 1854 വുഡ്സ് ഡെസ്പാച്ച്. ഇതോടെ ഇന്ന് നടന്ന LP സ്കൂളിൻ്റെ കാറ്റഗറി ബിയിൽ 20 ക്വസ്റ്റ്യൻസും സൈക്കോളജിയുടെ തീർന്നു.